ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ അസ്വന്തിര കസാഖ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന 3-ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള നമ്മുടെ ഫഹീമാണ്. ഫഹീമിനോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഫഹീമേ, ഇവിടെ അന്ന് 3 വർഷമായില്ലേ? ഈ 3 വർഷത്തെ ഒരു അനുഭവം വെച്ച് നോക്കണം. ശരിക്കും ഫഹീം ഈ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവല്ലോ. നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഈ ഒരു യൂണിവേഴ്സിറ്റി കാണുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പല നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. ആക്ച്വലി ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ വല്ലാണ്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ്ലി ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തേതായ സംഭവങ്ങളും പല രീതിയിലുള്ള അപ്പോൾ എന്താണ് ഇവിടുത്തെ റാങ്കിങ്സും അതേപോലെ തന്നെ ഇവിടുത്തെ എന്താണ് മറ്റുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ സീനിയേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് അവരോടൊക്കെ കൂടുതൽ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പഠിപ്പ് ചെറുതായിട്ട് പോക്കാണെന്നുള്ള നിലക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞു. അവിടെ നിന്ന് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഇയറിലേക്ക് കടന്നപ്പോഴാണ് നമുക്ക് ശരിക്കും എന്താണ് പഠിക്കാനുള്ളത്, എത്രത്തോളം ഉണ്ട് പഠനത്തിൻ്റെ കാഠിന്യം, ഇവിടുത്തെ സ്ട്രിക്റ്റ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിക്റ്റിൻ്റെ ബേസിസിലാണ് പലതും ഇവിടുന്ന് പഠിച്ചു പോകുന്നത്. കാരണം മറ്റുള്ള എല്ലാ കൺട്രീസ് വെച്ച് നോക്കുന്ന സമയത്ത് അവിടുത്തെ കൺട്രീസിൽ വല്ലാണ്ട് നമുക്ക് എന്താണ് ഇപ്പോൾ എന്താ പറയുക സബ്ജക്ട്സ് കാര്യങ്ങൾ ബേസ്ഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വല്ലാണ്ട് സ്ട്രിക്റ്റ് കാര്യങ്ങൾ ഇല്ല എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു മേഖല ചൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു നോളജ് കൈവരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടുത്തെ ഓരോ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കളക്ട് ചെയ്യുക. കാരണം കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ഇപ്പോൾ എന്താണ് അസ്വന്തിര യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞ് വരികയാണ്. നല്ല രസമായിട്ട് അന്ന് ടോപ്പ് അനാട്ടമി ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് ഒരു 1.5 ആഴ്ച ഇതിന് പിന്നാലായിട്ട് നമ്മളിത് പഠിച്ചിട്ട് വരുന്നത്. പക്ഷേ ഇപ്പം പല രാജ്യങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ എംബസികളിലൊക്കെ കംപ്ലൈന്റ് പോകുന്നുണ്ട് കുട്ടികൾ. അതായത് ക്ലാസ്സുകൾ എടുക്കുന്നില്ല, അധ്യാപകർ ക്ലാസ് എടുക്കാതെ അറ്റൻഡൻസ് ഇട്ട് പോകുന്നു. അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് തന്നെ റീൽസ് ഒക്കെ ചെയ്തു ഒരിക്കലല്ല. നമ്മുടെ നാട്ടിലെ NMC റൂള് ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് എന്താണ് ഇപ്പോൾ ഫോറിൻ മെഡിക്കൽ എന്താണ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റൂളാണ് ഇംഗ്ലീഷ് മീഡിയം പഠിക്കണം എന്നുള്ള, മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ളൊരു റൂളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ എന്താണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മറ്റുള്ള ലോക്കൽസ് എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ പുറമെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്നത് ഇവിടുത്തെ ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള സംഭവം. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ ഫാക്കൽറ്റീസും എല്ലാ ഡോക്ടർമാരും എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാൻ, അത്യാവശ്യം നല്ല രീതിയിൽ നോളജുള്ള വ്യക്തികളാണെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പിന്നെ എങ്ങനെയുണ്ട് കസാഖിസ്ഥാനിലെ ലൈഫ്? കസാഖിസ്ഥാൻ ലൈഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ ഞാൻ പുറം സ്ഥലങ്ങളിലേക്കും മറ്റുള്ള മലകളിലേക്കും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരാളാണ്. ഫൈമിന്റെ പേജ് കയറുകയാണ് പല വീഡിയോസ്. നമ്മൾക്ക് കൊതിയൊന്നും, കാരണം ഇത്രയും വർഷങ്ങളായിട്ട് പോലും ഞാൻ പോലും ഈ സിറ്റി വിട്ട് പുറത്തേക്ക് അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല. അല്ല, യൂണിവേഴ്സിറ്റി ലൈഫ് വേറെ, നമ്മുടെ പുറമേയുള്ള ലൈഫ് വേറെ എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ആകെ ഒരു 5 വർഷ കാലയളവിലാണ് ഇവിടെ നമ്മൾ അക്കാഡമിക് ഇയറിലൂടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലയളവ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, വെറുതെ ഇവിടെ ഉറങ്ങി തീർക്കരുത് എന്നുള്ളൊരു മൈൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടുത്തെ ലൈഫ്. ശരിക്കും പറഞ്ഞാൽ റിയലി ഞാൻ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നാട് അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്ഡ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും മറ്റുള്ള ഫുഡിൻ്റെ കേസ് എല്ലാ കേസാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്ഡ് ആണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ ഒപ്പം കൊണ്ടുപോകാന്നുള്ളത്. അതാണ് ഇത് കുറച്ച് ടാസ്ക് ആട്ടോ. എളുപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എളുപ്പമല്ല. ഫഹീം പറയുന്നതായിട്ട് നിങ്ങളും അതുപോലെ ആണെന്നില്ല. പക്ഷേ ഫൈവിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഡിഫറെൻറ്റ് കപ്പാസിറ്റിയാണ്. അപ്പം ഫൈവിന് ഇതും അവൻ്റെ ഹോബീസും കാര്യങ്ങളൊക്കെ അതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന വെച്ചാൽ അത് അവൻ്റെ കഴിവാണ്. അതുപോലെ കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നിങ്ങളിവിടെ പഠനത്തിനായി വരുന്നുണ്ടെങ്കിൽ പഠനത്തിന് നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു അത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ FMG പാസ് റേറ്റിംഗ് പോലും അതിനനുസരിച്ചായിരിക്കും ഉണ്ടാകുക. ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഈ വർഷം പുതുതായിട്ട് വരാൻ ആലോചിക്കുന്ന പല കുട്ടികളുണ്ട്. ആ കുട്ടികളോട് എന്താണ് ഓപ്പണായിട്ട് മനസ്സ് തുറന്ന് പറയാനുള്ളത്? മനസ്സ് തുറന്ന് പറയാനുള്ളത് കമ്പയറിംഗ് ടു അതർ കൺട്രീസ് അല്ലെങ്കിൽ കമ്പയറിംഗ് ടു അതർ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ ഇവിടെ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റി ഞാൻ പഠിക്കുന്ന ഒരു ആളായതുകൊണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഈ പഠനത്തോടനുബന്ധിച്ച് നമുക്ക് FMG പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ബേസിക് നോളജ് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു സംഭവം. അതായത് ഈ റീൽസിലെ പാർട്ടി മൂഡും അതുപോലെ തന്നെ എൻജോയ്മെന്റും അടിച്ചുപൊളിയൊക്കെ കണ്ടിട്ട് വരണ്ട. പാർട്ടി മൂഡ് എൻജോയ് ആലോചിച്ചിട്ട് പഠിക്കാനാണ് മക്കളെ വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വർക്ക് ലോഡാണ്. അല്ലാതെ കസാഖിസ്ഥാൻ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തരുത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല.